കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുണ്ടെന്ന കാരണത്താൽ 52 വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ ജോലിയിൽ നിന്ന് പുറത്താക്കിയ കായംകുളം സ്വദേശി അഡ്വക്കേറ്റ് ആർ മനോഹരൻ നീതിക്കായുള്ള നടത്തത്തിലാണ് ഇപ്പോഴും. കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്രകുത്തി കേന്ദ്ര സർവീസിൽ നിന്ന് പുറത്താക്കിയവരെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയാത്ര നടത്തുന്നത്. 76-ാം വയസ്സിലാണ് നീതി തേടിയുള്ള മനോഹരന്റെ നടത്തം. പന്തളം NSS പോളിടെക്നിക്കിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കി 1969-ലാണ് ഇന്ത്യൻ ആർമിയിൽ മനോഹരൻ ജോലിയിൽ പ്രവേശിച്ചത്. 1971-ൽ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് സർവീസ് ആവശ്യമില്ല എന്ന് കാട്ടി പുറത്താക്കി. കമ്മ്യൂണിസ്റ്റാണെന്ന് തെളിഞ്ഞതാണ് കാരണം. 1972-ൽ ബോംബെ ആദായ നികുതി വകുപ്പിൽ ജോലി കിട്ടി. 9 മാസത്തെ സർവീസിനു ശേഷം അവിടെയും രാജ്യദ്രോഹി മുദ്ര വീണതോടെ ജോലി പോയി. ഇത്തരത്തിൽ ഒട്ടേറെ പേർക്ക് അക്കാലത്ത് ജോലി നഷ്ടമായെന്ന് മനോഹരൻ പറയുന്നു. ഞങ്ങൾ രാജ്യദ്രോഹികളല്ല എന്ന് പ്രഖ്യാപിക്കണം. രേഖകളിൽ ഞങ്ങൾ രാജ്യദ്രോഹികളാണ്. കമ്മ്യൂണിസ്റ്റാണെന്നുള്ള കാരണത്താൽ പിരിച്ചയക്കപ്പെട്ടുള്ള ആളുകൾ അവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നും അവർ രാജ്യത്തിനെതിരായി നിൽക്കുന്നുമായിരുന്നല്ലോ സൂചന. അങ്ങനെയാണെങ്കിൽ രേഖകളിൽ ഞങ്ങളിപ്പോഴും രാജ്യദ്രോഹികളാണ്. ഞങ്ങൾ രാജ്യദ്രോഹികളല്ല എന്ന് പ്രഖ്യാപിക്കണം. 76 വയസ്സുള്ള ഞാൻ ഒരുപക്ഷെ ഇപ്പം മരിച്ചു വീഴുകയാണെങ്കിൽ രാജ്യദ്രോഹിയായി മരിക്കണം. ഞാനെന്തിനാ അങ്ങനെ മരിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി പിന്നീട് പല ജോലികൾ ചെയ്ത മനോഹരൻ അഭിഭാഷകനായി. എങ്കിലും അന്നു പതിഞ്ഞ രാജ്യദ്രോഹി മുദ്ര ഒഴിവാക്കി കിട്ടാൻ നിരന്തര പോരാട്ടത്തിലാണ് മനോഹരൻ. തകർക്കപ്പെട്ട സ്വപ്നങ്ങൾ എവിടെയെങ്കിലും അടയാളപ്പെടുത്തണമെന്ന് മനോഹരൻ പറയുന്നു. ഈ വിഷയം എവിടെയെങ്കിലും ഒന്ന് ഉന്നയിക്കാൻ, എൻ്റെ പരിഹാരം തേടാൻ, അതൊന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് ബാധ്യതയില്ലേ? ഉണ്ട്, അവരും അത് ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ ആരും ഇത്തരം ഒരു കാര്യം ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ വടക്കേ അറ്റത്ത് നിന്ന് ഇതൊന്ന് രേഖപ്പെടുത്താൻ, സാധാരണക്കാരോട് ഇക്കാര്യം പറയാൻ, ഞാൻ രാജ്യദ്രോഹിയല്ല എന്ന് പ്രഖ്യാപിക്കാൻ, മാധ്യമങ്ങളോട് പറയാൻ, ജനങ്ങളുടെ പിന്തുണ തേടാൻ, അതിനു വേണ്ടിയിട്ടുള്ളൊരു ധർമ്മസമര യാത്രയാണ്. MP ആയിരിക്കെ സീതാറാം യെച്ചൂരി വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു. ഫലമുണ്ടായില്ല. ധർമ്മസമരയാത്ര എന്ന പേരിൽ ഓഗസ്റ്റ് 15-ന് കാസർഗോഡ് തലപ്പാടിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. പോരാട്ടത്തിന് ഊർജ്ജമായി നിന്ന ഭാര്യ P. ലളിത കഴിഞ്ഞ വർഷം മരിച്ചു. കായംകുളം, മാവേലിക്കര കോടതികളിൽ അഭിഭാഷകനാണ് മനോഹരൻ. ന്യൂസ് 18 കായംകുളം.